ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡെലിവറി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആകെ ഷോക്കായി. അപ്പൊ എനിക്ക് ട്യൂബ് ഇട്ടിട്ടല്ലേ ഞാൻ ഓൾറെഡി ഉള്ളത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ട്യൂബ് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിയിട്ട് ആ സമയത്ത്. ഞാൻ ഇപ്പൊ പറയുമ്പോ പോലും എനിക്കത് ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം പക്ഷെ എനിക്ക് എന്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എന്നോട് നടക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷെ എനിക്ക് വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ നന്നായിട്ട് വൊമിറ്റ് ചെയ്യൽ തുടങ്ങി കേട്ടോ. അങ്ങനെ വേഗം ഒരു നഴ്സ് വന്ന് അതിന്റെ പാത്രമൊക്കെ വെച്ച് സിസേറിയൻ തന്നെ ചെയ്യേണ്ടി വരും എന്നുള്ളത് പുറത്തുള്ളവരെയും കൺവിൻസ് ചെയ്തു. അപ്പൊ തന്നെ എന്റെ ഇങ്ങനെ മേലിങ്ങനെ വെച്ചെന്നിട്ടോ. അതായത് ആ ഒരു ബ്ലഡും കാര്യങ്ങളും തടക്കാതെ ചൂടുള്ള സമയത്ത് തന്നെ എനിക്ക് എന്റെ മേലിങ്ങനെ വെച്ചെന്ന്. അപ്പൊ തമ്മിൽ കണ്ട പോലെ എന്റെ ഡെലിവറിയിൽ ഇത്തിരി കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് പെയിൻ ആയിരുന്നു. അതിന് മുന്നേ പെട്ടെന്ന് ഉണ്ടായ ഡെലിവറിയാണ് കേട്ടോ നമ്മുടെ. അതായത് 36 വീക്സിലാണ് ഞാൻ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങളും പിന്നെ മോള് NIC ആയിരുന്നു. അവൾക്ക് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 36 വീക്സ് ആണെങ്കിൽ പോലും അവള് 3600 വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് NIC ആയത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ഇൻഫോർമേറ്റീവ് ഒന്നും അല്ലെങ്കിലും ചില പുതിയ ഉമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളും എൻ്റെ വീഡിയോയിൽ ഉണ്ടായേക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പൊ എൻ്റെ മോൾക്ക് ഏകദേശം 2 വയസ്സാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 2 വർഷം മുന്നത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഓർത്തെടുത്തിട്ട് പരമാവധി പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം നമ്മുടെ ഫ്രണ്ട് ടു ഫ്രണ്ട് ആയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്, ഐ തിങ്ക് ആണ്. ഫ്രണ്ട് ടു ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ലോങ് വീഡിയോ ആദ്യമായിട്ടായിരിക്കും ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ ഇനി നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്ത് ടൈപ്പ് വീഡിയോസ് ആണ്, എന്തൊക്കെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 36 വീക്സിലായിരുന്നു കേട്ടോ എൻ്റെ ഡെലിവറി. 36 വീക്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഡേറ്റ് വന്നിട്ട് ജൂൺ 9 ആയിരുന്നു. മെയ് 15 ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി. അവിടുന്ന് ഇത്തിരി വൈകിട്ട് ഇത്തിരി ലേറ്റ് ആയിട്ട് ഞാനൊരു സമൂസ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമൂസയിൽ ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു ടേസ്റ്റ് വ്യത്യാസം അന്ന് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആ ഒരു ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായപ്പോൾ അവിടെ വെച്ച് പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് വീട്ടിലേക്ക് വന്നു. എൻ്റെ തൊട്ട കസിന്റെ കല്യാണം തന്നെ ആയിരുന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നു. അവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും സംഗതി വഷളാവാനായിട്ട് തുടങ്ങി. എനിക്ക് ലൂസ് മോഷനും ഛർദിക്കല്, വയറുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസ് മോഷനൊക്കെ മേ ബി ഡെലിവറി അടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സമൂസന്റെ ഒരു ഇതും മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ഡോക്ടറെ അടുത്ത് പോയി കേട്ടോ. അപ്പൊ എന്റെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലസിത ഡോക്ടർ ആയിരുന്നു കേട്ടോ. നമ്മുടെ മദർ ഹോസ്പിറ്റലിലുണ്ട്, അതുപോലെ തന്നെ കേച്ചേരി ഓക്സിജനിലും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധം കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ്. എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. അപ്പൊ ആളായിരുന്നു എന്റെ ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ നേരെ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് എനിക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം കൺഫേം ആയി ഫുഡ് ഇൻഫെക്ഷൻ ആണെന്നുള്ളത്. അപ്പൊ അവിടുന്ന് പിന്നെ ഡോക്ടർ സ്കാൻ ചെയ്തു. അപ്പൊ ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ സ്കാൻ ചെയ്തപ്പോൾ ബേബിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ലൂസ് മോഷൻ ചെറുതായിട്ട് കുറഞ്ഞു വന്നു. പിന്നെ അതിനുള്ള കുറച്ച് ടാബ്ലറ്റ്സും കാര്യങ്ങളും ആന്റിബയോട്ടിക് ഒക്കെ തന്ന് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു കേട്ടോ രാത്രി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുകയും ചെയ്തു, ഇനി ലൂസ് മോഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വരിക, അല്ലാന്നുണ്ടെങ്കിൽ കേച്ചേരി ക്ലിനിക്കിലേക്ക് എന്തായാലും വരണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വെള്ളം കുറയാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. പിന്നെ ഗുളികൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ വിളിക്കുന്ന വരെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഛർദിലും വയറിളക്കം, വയറുവേദന അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ആകെ ടയേർഡ് ആവാൻ തുടങ്ങി. എനിക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വേഗം അഡ്മിറ്റ് ചെയ്തു കേട്ടോ. നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഇത്തിരി കൂടുതലായിട്ടുണ്ട്, അപ്പൊ ഇനി ബേബിക്കും എനിക്ക് ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള തരത്തിൽ ഡോക്ടർ വേഗം എന്നോട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മദർ ഹോസ്പിറ്റലിൽ. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് 3ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും ഞാൻ ബെറ്ററായി വന്നു കേട്ടോ. 3 ദിവസം കഴിഞ്ഞ് ഞാൻ ബെറ്ററായി വന്നു. ഡോക്ടർ വീട്ടിലേക്ക് പോവാ, ഡോക്ടർ രാവിലെ കൺസൾട്ട് ചെയ്യാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു വൈകിട്ട് വീട്ടിൽ പോവാം, നമുക്ക് ഡേറ്റ് ആയിട്ടില്ലല്ലോ, ജൂൺ 9 വരെ ടൈം ഉണ്ടല്ലോ. ഇപ്പൊ മെയ് അല്ലേ ആയിട്ടുള്ളൂ, മെയ് ലാസ്റ്റിൽ ആയിട്ടുള്ളൂ.
അപ്പോൾ ഡോക്ടറിന് വീട്ടിൽ പോയിട്ട് നമുക്ക് ഇനി പെയിൻ വരുമ്പോൾ വന്നാൽ മതി, അങ്ങനത്തെ ഒരു തരത്തിൽ നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായത്. പോന്നിട്ടില്ല. ഡോക്ടർ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഡോക്ടർ രാവിലെ വന്നപ്പോൾ എന്നോട് പറഞ്ഞ, എന്തായാലും നീ പോവല്ലേ, ഒരു സ്കാനിങ് എടുക്ക്. സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി അടുത്ത സ്കാനിങ് എടുക്കണ്ടല്ലോ, ഡേറ്റ് ആകുമ്പോൾ വന്നാൽ മതിയല്ലോ, ബേബി ഓക്കെ ആണെന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ പോവാം, അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തു എന്ന് നഴ്സിനോട് പറഞ്ഞു കേട്ടോ. ഞങ്ങളത് വിചാരിച്ച് വൈകിട്ട് എൻ്റെ സ്കാനിൻ്റെ സമയമായി. സ്കാനിങ്ങിന് ഞാൻ റൂമിൽ പോയിട്ടോ. റൂമിൽ പോയിട്ട് ഞാൻ സ്കാനിങ്ങിൻ്റെ റൂമിൽ കിടക്കുന്ന സമയത്ത് സ്കാൻ ചെയ്യുന്ന ഡോക്ടർ ഇങ്ങനെ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ ക്ലിക്ക് ആവുമല്ലോ. ഇപ്പം നമ്മളെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയാണ് വാട്ടർ ലെവൽ പറയുന്നതും, അതുപോലെ ഓരോ നമ്മുടെ സൈസുകൾ പറയുന്നതും, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വേഗം ഇങ്ങനെ മനസ്സിലാവുമല്ലോ. അപ്പം അതിലിങ്ങനെ വാട്ടർ ലെവൽ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കേട്ടോ മുന്നേ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ലൂസ് മോഷൻ ആയിട്ട് വന്നതാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നോട് ചോദിച്ചു വെള്ളം അല്ലെങ്കിൽ വാട്ടർ ബ്രോക്കൺ അങ്ങനെ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വെള്ളം പോയി അങ്ങനത്തെ ഇഷ്യൂ ആയിട്ടാണോ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി ഷോക്കായിട്ടാ. ഞാൻ പറഞ്ഞല്ല, എനിക്ക് ലൂസ് മോഷൻ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പോവാൻ പറ്റേ പുറത്തൊന്ന് വെയിറ്റ് ചെയ്യേ, അർജന്റായിട്ട് ഇപ്പോൾ ഡോക്ടർ വിളിക്കുന്നു പറഞ്ഞു. അപ്പം എനിക്ക് ടെൻഷനായിട്ടോ. ഞാൻ പുറത്തേക്ക് വന്നിട്ട് അപ്പം തന്നെ പുറത്ത് ഉമ്മയും പിന്നെ ഉമ്മയുടെ ഉമ്മയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് തോന്നുന്നു, എന്താ ഡോക്ടർ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു പുറത്തേക്ക് ഇരിക്കാൻ പറഞ്ഞ് പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ടെൻഷനായിട്ട്. അപ്പോൾ ഇക്ക റൂമിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഉമ്മ അപ്പം തന്നെ ഫോൺ ചെയ്ത് ഇക്കാനെ വിളിച്ചു. അപ്പോഴത്തേക്കും സ്കാനിങ്ങിൻ്റെ റൂമിൽ നിന്ന് ഡോക്ടർ പുറത്ത് വന്നിട്ട് പറഞ്ഞു വേഗം ലിസ ഡോക്ടറെ ക്യാബിനിക്ക് അല്ലെങ്കിൽ ലിസ ഡോക്ടറെ ഒ പിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം ഫയലൊക്കെ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു താൻ നടക്കണ്ട, തനിക്ക് വീൽ ചെയർ വരുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ആകെ ടെൻഷനായിട്ടാ. ബേബിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്നാണല്ലോ നമുക്ക് ടെൻഷൻ ഉണ്ടാവുക, നമ്മുടെ കാര്യങ്ങളല്ല ബേബിക്ക്, അതാണല്ലോ സ്കാനിങ് കൂടെ കാണാം. അപ്പോൾ എനിക്ക് ആകെ കൈയും കാലൊക്കെ വിറച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വേഗം എനിക്ക് വീൽ ചെയർ വന്നു, ബാക്കിയുള്ളവർ നടന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ വേഗം ഒ പിയിലേക്ക് ചെന്നു. ഒ പി ചെന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പം തന്നെ ഞങ്ങളെ അകത്തേക്ക് കയറ്റി. ഡോക്ടർ അപ്പം തന്നെ പി വി ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു വെള്ളം നല്ല കുറവാണ്, നമുക്ക് 5ന്റെ കുറവായിട്ടുണ്ട് വെള്ളം, നല്ല കുറവാണ്. ഇപ്പം എന്തായാലും നാളെ തന്നെ നമുക്ക് ഡെലിവറി വേണ്ടി വരും എന്ന് പറഞ്ഞു. അതിൽ ആകെ ഷോക്കായിട്ടാണ്, നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല. പിന്നെ ബാഗൊക്കെ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളൊരു 7 month ഒക്കെ ആയി കഴിഞ്ഞാൽ ഓൾറെഡി ഡെലിവറി ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുമല്ലോ. അപ്പം അതുകൊണ്ട് അതിൽ സാധനങ്ങളൊക്കെ നിറച്ച് ഞങ്ങൾ വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വക ടെൻഷനൊന്നും ആയിരുന്നില്ല. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. നമുക്ക് എന്താ മനസ്സുകൊണ്ട് ഇനിയിപ്പോൾ ഏതാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പക്ഷെ എന്നാലും നമ്മൾ നാളെയാണ് എൻ്റെ ഡെലിവറി അല്ലെങ്കിൽ ഡെലിവറിക്കായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്നത്, അങ്ങനത്തെ ഒരു മനസ്സിലേ അല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ ഇക്ക വന്നു, ഇക്ക ഉമ്മ എല്ലാവരും ഭയങ്കര കരച്ചിൽ തുടങ്ങിയിട്ടാ. കാരണം നമ്മുടെ ഒരു നോർമൽ ഡെലിവറി അല്ല, അതായത് വെള്ളം കുറഞ്ഞ് പെട്ടെന്നുള്ള ഒരു ഡെലിവറി, നമുക്ക് പെയിന് നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ലേബർ, അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷനായിട്ടാണ്. അങ്ങനെ തൊട്ടടുത്ത ദിവസം നമുക്ക് വൈകിട്ട് മരുന്ന് വെക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവരും വീട്ടിൽ വിളിച്ച് വേഗം ഇക്കാടെ വീട്ടിലുള്ളവരോടും എൻ്റെ വീട്ടിലുള്ളവരോടൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ സെറ്റായി. ഞങ്ങൾ രണ്ടുപേരും ഒക്കെ ആയിട്ടാ. അന്ന് രാത്രിയൊക്കെ ഞാനും ഇക്കയും കൂടെ കിടന്ന് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ പേരൊക്കെ കണ്ടുപിടിച്ചു. എന്താ വല്ല പേര് തിരയാനായിട്ട് തുടങ്ങി. അതുവരെ ഞങ്ങൾ പേരൊന്നും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് തലേന്നാൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തീരുമാനിക്കാന്നുള്ള ഒരു ഇതിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഞാനും ഇക്കയും കൂടെ രാത്രി കിടന്ന് പേരൊക്കെ തപ്പി തെരഞ്ഞ് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ആൺകുട്ടിയുടെ പേര് പെൺകുട്ടിയുടെ പേരൊക്കെ പറഞ്ഞു വെച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് എന്താ നെക്സ്റ്റ് ഡേ വന്നു. അപ്പോൾ ട്യൂബ് ഇടണം പറഞ്ഞു വൈകിട്ട് കേട്ടോ. അങ്ങനെ വൈകിട്ട് തന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ട്യൂബ് ഇടാനായിട്ട് കൊണ്ടുപോയി. 7 മണിയല്ല, 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ ട്യൂബ് ഇടാനായിട്ട് കൊണ്ടുപോയി. സത്യത്തിൽ അപ്പോൾ ട്യൂബ് ഇടാനായിട്ടില്ല, ട്യൂബ് ഇടാൻ വേണ്ടിയിട്ടല്ല കൊണ്ടുപോയത്, പി വി ചെയ്യാനായിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ എൻ്റെ വിചാരം എനിക്കറിയില്ലല്ലോ, ഞാനിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. എന്നോട് ഒരു മുണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അതൊക്കെ ആയിട്ട് ചെന്നു. എന്താ ഡോക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത് പി വി ആണ്, പക്ഷെ ഞാൻ ട്യൂബ് ഇടാനാണ് നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു ട്യൂബ് ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരെ റൂമിലേക്ക് നടന്നു വന്ന് എന്നോട് ഉമ്മയും ഇവരെല്ലാവരും ചോദിക്കുന്നു എനിക്ക് പെയിൻ ഉണ്ടോ, ഞാൻ പറഞ്ഞില്ല എനിക്ക് പെയിൻ ഇല്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ആ സമയത്ത് പെയിൻ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു പെയിനും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇത്ര ഈസിയാണോ ട്യൂബ് ഇടല് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര ചില്ലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്കാക്കായാലും കുറച്ച് കുഴപ്പമില്ല, ഇവള് പെയിനൊക്കെ സഹിക്കുന്നുണ്ട്, ആ ഒരു മെന്റാലിറ്റി ആയി. അതിനത് കഴിഞ്ഞൊരു 1 hour ഒക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട് വിളിക്കുന്നു ലേബർ റൂമിൽ നിന്ന്, ട്യൂബ് ഇടാനായിട്ട് വായോട്ടാന്ന് പറഞ്ഞു. അപ്പൊ ആകെ ഷോക്കായി. അപ്പൊ എനിക്ക് ട്യൂബ് ഇട്ടിട്ടല്ലേ ഞാൻ ഓൾറെഡി ഉള്ളത്, അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ട്യൂബ് ഇട്ടിട്ടില്ല എന്നുള്ളത്.
അപ്പൊ ഞാൻ അപ്പൊ തന്നെ നേഴ്സിനോട് പോയി ചോദിച്ചു ട്യൂബ് ഇട്ടിട്ടില്ല. ട്യൂബ് നേഴ്സ് പറഞ്ഞു ട്യൂബ് ഒന്നും ഇട്ടിട്ടില്ല, അത് പി വി ആണ് ചെയ്തത്, ട്യൂബ് ഇടാനായിട്ടില്ല, ട്യൂബ് ഇപ്പൊ ഇടുള്ളൂ എന്ന്. അങ്ങനെ പിന്നെ അത് ഇവിടെ കോമഡി ആയി. പിന്നെ ഞാൻ പിന്നെ ലാബ് റൂമിലേക്ക് പിന്നെയും ചെന്ന് പോയി ട്യൂബ് ഇട്ട് വന്നു. ട്യൂബ് ഇട്ടിട്ട് പിന്നെ തിരിച്ച് പറഞ്ഞേക്കുമ്പോ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിറ്റന്നാ കാലത്തൊരു 5 മണിയൊക്കെ ആകുമ്പോ വരാനാണ്. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേഗം പോയിട്ട് എന്താ ഒരു 1 hour ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ട് പറഞ്ഞു കേട്ടോ. ഇന്ന് മൊത്തം ലാബ് റൂമിലാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ ആകെ ഒരു നമ്മള് ആ ഒരു തലേദിവസം എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് അല്ലേ, നാളെ മുതൽ നമുക്ക് നമ്മുടെ കൂടെ ബേബി ഉണ്ടാവും. അപ്പൊ ആ ഒരു തലേദിവസം ഇവരെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്ത് നല്ല രസമായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ആ ഒരു മെമ്മറി നമുക്ക് പോയി. കാരണം എന്നോട് ലാബ് റൂമിലാണ് എന്റെ തലേദിവസം ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ റൂമിലൊക്കെ വന്ന് എന്റെ ട്യൂബ് ഇട്ട് ഞാൻ റൂമിലേക്ക് വന്നത് കഴിഞ്ഞപ്പോ എന്നെ ലാബ് റൂമിലേക്ക് തന്നെ തിരിച്ച് പറഞ്ഞയച്ചു കേട്ടാ. അപ്പോ എനിക്ക് ലാബ് റൂമിൽ കിടന്നിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ കിടപ്പരങ്ങ് കിട്ടണില്ല കേട്ടാ. വേദന ആയിട്ടൊന്നല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ എന്തായാലും ഇങ്ങനെ എന്താ അവരൊക്കെ കാണണം, പുറത്തുള്ളവരെ കാണണം. ഞാൻ ഇതിനുള്ളിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തത്തെ കാര്യങ്ങൾ അറിയാണ്ട് ഭയങ്കര വരാട്ടാ. അതിന് ഞാൻ വെറുതെ എനിക്ക് തണുക്കണുണ്ട്, എനിക്കൊരു പുതപ്പ് വേണം, ഞാനൊന്ന് പുറത്ത് പോയി മേടിച്ചിട്ട് വരട്ടെ റൂമിൽ നിന്ന് പറഞ്ഞപ്പോ ഏതോ ഒരു നല്ല നേഴ്സ് എന്നോട് പറഞ്ഞു ആ പൊക്കോന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പാടെ വേഗം ചാടി ഇറങ്ങി. എന്താ റൂമിന്റെ പുറത്ത് വന്നപ്പോ ലാബ് റൂമിന്റെ പുറത്ത് വന്നപ്പോ ഇക്കണ്ട് പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ കസാരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. വെയിറ്റ് ചെയ്തിട്ടല്ല, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് നല്ല സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പുതപ്പ് വേണം എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഇക്ക റൂമിൽ വിളിച്ചു പറഞ്ഞപ്പോ ഉമ്മ പുതപ്പൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പൊ വേഗം അവരായിട്ട് അവിടെ നിന്നിട്ട് ഞാൻ 5 മിനിറ്റ് നിന്ന് അപ്പൊ തന്നെ അകത്തേക്ക് കയറിയിട്ടാ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു 24 hours ഇങ്ങനെ ഗ്രാഫ് എടുക്കുന്നുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഒരു മോണിറ്റർ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഗ്രാഫ് എടുക്കുമല്ലോ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ വെള്ളം കുറവായതുകൊണ്ട് ബേബിയുടെ ബ്രീത്തിനൊന്നും ഇഷ്യൂ വരണ്ടാന്നുള്ളത് തരത്തിൽ അറിയാൻ വേണ്ടിയിട്ട്. ഒരു ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിറ്റന്നാളല്ല അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ട്യൂബിന്റെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഓൾറെഡി സെർവിക്സ് ഓപ്പൺ ആവുക സോഫ്റ്റ് ആവുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതായത് എന്താ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലേ ഡെലിവറി കുറച്ചും കൂടെ ഈസി ആവുള്ളൂ. പക്ഷെ എനിക്ക് എന്താ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. നമ്മുടെ സെർവിക്സ് ഒക്കെ നോർമൽ ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ട്യൂബ് ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ബാക്ക് പെയിൻ ആയിരുന്നു കേട്ടോ. എനിക്കാണ് നടക്കാനോ പാടുണ്ടായിരുന്നില്ല. ഇതൊന്നും എങ്ങനെയും നടന്നാലാണ് നമുക്ക് ഒരു വികസനം വരുള്ളൂ, നമ്മുടെ സെർവിക്സ് ഓപ്പൺ ആവുള്ളൂ. പക്ഷെ എനിക്ക് എൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എന്നോട് നടക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷെ എനിക്ക് എന്താ എനിക്ക് നടക്കാനും നിൽക്കാനും, ഇരുന്നാ തോന്നാ കെടുക്കാന്, കിടന്നാ തോന്നാ ഇരിക്കാന്, നടക്കാനും, അങ്ങനത്തെ ഒക്കെ ഒരു ബാത്റൂമിൽ പോകാൻ തോന്നുക, അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പിന്നെ കുറച്ചു നേരം ബാത്റൂമിൽ പോയിരുന്നു. ലാബ് റൂമിന്റെ ഉള്ളിലാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ആകെ ഒരു 3-4 പേഷ്യന്റ് മാത്രമേ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നഴ്സുമാരും. എനിക്ക് ഉറക്കേ തട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈം ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോ എനിക്ക് വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ നന്നായിട്ട് വൊമിറ്റ് ചെയ്യൽ തുടങ്ങി കേട്ടോ. അങ്ങനെ വേഗം ഒരു നഴ്സ് വന്ന് അതിന്റെ പാത്രമൊക്കെ വെച്ചന്ന് ആ നഴ്സ് എന്നെ ഇങ്ങനെ പി വി ചെയ്ത് നോക്കിയപ്പോ പറഞ്ഞു ട്യൂബ് ഏകദേശം വീഴാനായിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യും, നീ ഇനി പെയിൻ സഹിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ട്യൂബ് എനിക്ക് ഊരി തന്നിട്ട് ആള് ഇങ്ങനെ ട്യൂബ് അവിടുന്ന് മെല്ലെ ആ നഴ്സ് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു. ശരിക്കും എന്റെ വികസനമായിട്ട് ട്യൂബ് വീഴല്ലാന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ നഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ട്യൂബ് എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് നല്ല സമാധാനമായിട്ട് അങ്ങനെ ഞാൻ എന്താ അതിന് ശേഷമാണ് ഞാനൊന്ന് കിടന്നുറങ്ങിയത്. ഒന്ന് മനസ്സമാധാനമായിട്ട് ഒന്ന് കണ്ണടച്ച് കിടന്നുറങ്ങി. ഒരു 5 മണി 6 മണിയൊക്കെ ആയപ്പോൾ എന്നോട് പറഞ്ഞ് പോയിട്ട് റൂമിൽ പോയിട്ട് കുളിച്ചിട്ട് വായെന്ന് പറഞ്ഞു. ഞാൻ റൂമിൽ പോയി വേഗം കുളിച്ചിട്ട് അപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം കുളിച്ച് പിന്നെ ഇങ്ങനെ ആകെ കരച്ചിലും വിരിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഉമ്മമ്മയും ഒക്കെ. അങ്ങനെ ഞാൻ വേഗം ലാബ് റൂമിലേക്ക് കയറി. അങ്ങനെ പിന്നെ നമ്മുടെ ഈ ഡ്രിപ്പ് ചെയ്തിട്ട് വീഴുന്ന മരുന്നുണ്ടല്ലോ, അത് ഇടാൻ തുടങ്ങി കേട്ടോ ഫസ്റ്റ്. അപ്പൊ അതിട്ട് കുറെ നേരം കഴിഞ്ഞ് എൻ്റെ ഒപ്പം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഒരു 15-20 പേരുണ്ട് കേട്ടോ ഞങ്ങള് ഒരൊറ്റ റൂമിൽ. ഓരോരുത്തർ ഇങ്ങനെ പെയിൻ വന്നിട്ട് ഇങ്ങനെ പ്രസവിക്കാനായിട്ട് തുടങ്ങി. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10 മണിയായിട്ടും 10 മണിയല്ല ഒരു 9 മണിയായിട്ടും ഒരു യാതൊരു പെയിനും വരുന്നില്ല. ആ ഒരു ടൈമിലൊക്കെ ഒരു 5-6 പേരൊക്കെ പ്രസവിച്ച് പോയിട്ടോ. എനിക്ക് പെയിൻ തീരെയും വരുന്നില്ല. എന്താ എല്ലാവർക്കും പെയിൻ വന്ന് പോകുന്നു. എനിക്ക് അപ്പൊ ആകെ ടെൻഷൻ, എന്താ വരാത്തതെന്ന് വിചാരിച്ചിട്ട്. 10 മണിയൊക്കെ ആയപ്പോ എനിക്ക് മെല്ലെ മെല്ലെ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഡോക്ടർ വന്ന് എന്താ നമ്മുടെ വെള്ളമൊക്കെ പൊട്ടിച്ച് പി വി ഒക്കെ ചെയ്ത് ഡോക്ടർ പോയി. അത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു കേട്ടോ ആ പി വി. അത് കഴിഞ്ഞ് എന്താ എനിക്ക് ഇങ്ങനെ പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നു കേട്ടോ.
പെയിൻ വന്ന് കൂടി 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 കൂടിയിട്ട് എന്താ എൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു മൂന്നാമത്തെ ഡെലിവറി, അതായത് മൂന്നാമത്തെ ബേബിനെ ഡെലിവറി ചെയ്യുന്ന ഒരു താത്തയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ ഓരോരുത്തരുണ്ടായിരുന്നു. ചിലവരിങ്ങനെ കരയുന്നുണ്ട്, ചിലവരിങ്ങനെ സൗണ്ട് നന്നായി പിടിച്ചു വെച്ചിട്ട് കരയില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ ആർത്ത് കരയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഡെലിവറി റൂമിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെയിൻ വന്നുകൊണ്ടേ ഇരുന്നു കേട്ടോ. അപ്പൊ ഒരു 11:30 12 മണിയൊക്കെ ആയപ്പോഴത്തേനും പെയിൻ വല്ലാതെ കൂടിയിട്ടാണ്, നല്ല രീതിയിൽ കൂടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൂടി. എനിക്ക് തീരെ തീരെ സഹിക്കാൻ പറ്റാത്ത ആയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞ സഡേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സഡേഷൻ തന്നു. സഡേഷൻ തന്നെങ്കിൽ കൂടി എനിക്ക് എൻ്റെ മൈൻഡ് ഉറങ്ങുകയാണ്, പക്ഷെ എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. എൻ്റെ ബാക്ക് പെയിന്, വയറുവേദന, നമുക്ക് എന്താ ഞാൻ പറഞ്ഞു കേട്ട ഒരു പീരീഡ് ആവുന്ന പോലത്തെ ഒരു വേദന എന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇതിനേക്കാളും ഭയങ്കര അസഹനീയമായിട്ടുള്ള ഒരു വേദനയാണ് കേട്ടോ അന്ന് അനുഭവപ്പെട്ടത്. മേ ബി എനിക്ക് നേരത്തെ കൂട്ടുള്ള ഡെലിവറിയും തീരെ ഒരു വികസനം ആവാത്തത് കൊണ്ടും ഉള്ള ഒരു വേദന ആയിരിക്കട്ടെ അങ്ങനെ. അങ്ങനെ ഇത് കഴിഞ്ഞ് ഡോക്ടർ വന്നോണ്ടേയിരുന്നു. ഒരു നേഴ്സ് എൻ്റെ സപ്പോർട്ടായിട്ട് അപ്പം ഇങ്ങനെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൈ തടവിയിട്ട് സാരില്ല സാരില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 2 മണി 3 മണി 4 മണി 5 മണി ഇതൊക്കെ ഇങ്ങനെ പെയിൻഫുൾ ആയിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മണി ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായി എന്തായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്ര ഇഞ്ചായി, നമ്മുടെ എത്ര സെന്റിമീറ്റർ ഡയലറ്റ് ആയി നോക്കൂല, അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഡോക്ടർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ട് എടുത്ത് കരയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ആ ലേബർ റൂമിൽ അങ്ങനെ കരഞ്ഞവർ വേറെ ആരും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഞാൻ അവരെ ഓർത്ത് ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്നു എന്ന പോലെ. മേ ബി അവർക്ക് അത്ര പെയിൻഫുൾ ആയിരുന്നിരിക്കില്ല. പക്ഷെ എൻ്റെത് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞിട്ട് അത്രയും പെയിൻ ഉണ്ടായിരിക്കും നിനക്ക്, കാരണം ഇതിന്റെ സർവീസ് ഓപ്പൺ ആയിട്ടില്ല, നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടി അത്രയും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഞാൻ അത്രയും ഉച്ചത്തിൽ എന്ന് വെച്ചാൽ അത്രയും ഉച്ചത്തിൽ പുറത്തുള്ളവർ കേട്ട് കാണുമെന്ന് എനിക്കറിയില്ല, അത്ര ലൗഡ് ചെയ്തിട്ടാണ് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു അങ്ങനത്തെ, അതെല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ 5 മണി 6 മണിയൊക്കെ ഞാനും എൻ്റെ ത്രൂ ഔട്ട് എൻ്റെ ഡെലിവറിയിൽ ഞാൻ എന്നെ സിസേറിയൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞിരുന്നത്. എനിക്ക് നോർമൽ വേണ്ട, സിസേറിയൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞിരുന്നത്. പക്ഷെ ഡോക്ടർ വരും, അർച്ചനയുടെ ഫാമിലി സിസേറിയൻ ചെയ്യാനായിട്ട് വില്ലിങ് അല്ല കേട്ടോ അങ്ങനെ പറയും. അപ്പൊ ഞാൻ പറയും പറ്റില്ല, എനിക്ക് സിസേറിയൻ മതി, എനിക്ക് സഹിക്കാൻ വയ്യ എന്നിട്ട് ഞാൻ കരഞ്ഞോണ്ടേയിരുന്നു. പിന്നെ ഡോക്ടർ 6 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി 5 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വെയിറ്റ് 5:30 ഓക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ബേബി വികസനം അത്ര ആവുന്നില്ല, എന്തായാലും മേ ബി നമുക്ക് സിസേറിയൻ തന്നെ ചെയ്യേണ്ടി വരും എന്നുള്ളത് പുറത്തുള്ളവരെയും കൺവിൻസ് ചെയ്തു. പിന്നെ എനിക്ക് പെയിന് തീരെ സഹിക്കാനായ പറ്റാതെ എനിക്ക് എന്റെ ബോധം പോകുന്ന പോലെ, ശരീരം കുഴയുന്ന പോലെ, ഞാൻ ഉമിറ്റ് കിടന്നിടത്ത് കിടന്ന് ഇങ്ങനെ ഉമിറ്റ് ചെയ്യൽ തുടങ്ങി കേട്ടോ. കാരണം രാവിലെ നമ്മൾ ഒരു 7 മണിയാകുമ്പോൾ ഭക്ഷണവും കഴിച്ചിട്ടില്ല, വെള്ളവും കുടിക്കുന്നില്ല. ഒരു വൈകിട്ട് ഒരു 5 മണി 6 മണി അതുവരെ എല്ലാവരും ഡെലിവറി എന്താ പ്രസവിച്ച് പോയി, നമ്മൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഞാനിങ്ങനെ എന്താ അള്ളാനെ വിളിക്കുന്നുണ്ട്, ഉമ്മാനെ വിളിക്കുന്നുണ്ട്, നമുക്ക് എന്താ ചെയ്യാ, എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് അത്ര സങ്കടം വരുന്നുണ്ട്. പിന്നെ എന്താ അത് കഴിഞ്ഞ് 5:30 ആയപ്പോൾ ഡോക്ടർ പുറത്തുള്ളവരോട് പറഞ്ഞു നമുക്ക് എന്തായാലും എപ്പിഡ്യൂറൽ കൊടുക്കാം, അവൾക്ക് തീരെയും പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല, എപ്പിഡ്യൂറൽ കൊടുത്തിട്ട് നമുക്ക് ഇതിൽ എന്താ സെർവിക്സ് അത്യാവശ്യം ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നോർമൽ ആവണമെന്നുണ്ടെങ്കിൽ നടക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടൈം വെച്ച് സിസേറിയൻ ചെയ്യൂട്ടാ എന്നുള്ളത് പുറത്തുള്ളവരെ കൺവിൻസ് ചെയ്ത് വെച്ചു. അപ്പോഴാണ് എപ്പിഡ്യൂറൽ എന്താണ് എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ റൂമിൽ കയറുന്നവരെ എനിക്ക് എന്താണ് എപ്പിഡ്യൂറൽ എന്നുള്ളത് അറിയില്ല. അതിന്റെ ABCD കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. വേദന ഇല്ലാത്ത പ്രസവം ഉണ്ടെന്നോ, വേദന ഇല്ലാത്ത പ്രസവം ഞാൻ ഇവിടെയൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ എപ്പിഡ്യൂറൽ എനിക്ക് എടുക്കാനായിട്ട് ഒരു 3-4 സെന്റിമീറ്റർ ഡയലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മുടെ എന്താ എപ്പിഡ്യൂറൽ എടുക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു ലേബർ റൂമിൽ നിന്നൊരു മെയിൻ ആയിട്ടുള്ള ഒരു ലേബർ റൂം ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകും. അവിടുന്ന് പിന്നെ നമ്മുടെ ഇങ്ങനെ കുനിച്ച് വെച്ച് നമ്മുടെ സ്പൈനൽ കോഡിന് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആണ് ഈ എപ്പിഡ്യൂറൽ. നമ്മുടെ അരക്ക് താഴെ കംപ്ലീറ്റ് തരിക്കും, അതിനുള്ള ഒരു ഇഞ്ചക്ഷൻ ആണ് കേട്ടോ. അതായത് അനസ്തീഷ്യ മോഡൽ അല്ല കേട്ടോ ഇത്. എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു കൂടുതൽ ഉപയോഗിക്കുക. എനിക്ക് അതിനെ പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ഡെലിവറിക്ക് പോകുന്ന അല്ലെങ്കിൽ ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള ഇരിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ഒന്ന് ജസ്റ്റ് ഇതിനെ പറ്റിയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കാം. നിങ്ങൾ ഇത് എടുക്കാൻ കുറച്ച് നമുക്ക് എന്താ ഫൈനാൻഷ്യലി കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ, അത്യാവശ്യം പെയിൻ തീരെ സഹിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറൽ എടുക്കുകയായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയുന്നു. കാരണം എനിക്ക് അത് നേരത്തെ അറിയാൻ പറ്റാത്തതിന്റെ ഭയങ്കര റിഗ്രറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. കാരണം
എനിക്കത് നേരത്തെ അറിയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആയി കഴിഞ്ഞാൽ തന്നെ ഞാൻ മേ ബി എപ്പിഡ്യൂറിൽ അടുപ്പിച്ചിരുന്നു. കാരണം അതിന് മുന്നേ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആയിരുന്നവരൊക്കെ എൻ്റെ അപ്പുറത്തുണ്ടായിരുന്നവരൊക്കെ പോയി എപ്പിഡ്യൂറിൽ അടിച്ച് പ്രസവിച്ച് ഇറങ്ങി വന്നു. പക്ഷേ എനിക്ക് ഇത് നമുക്ക് ഈ എപ്പിഡ്യൂറിനെ പറ്റി അറിയില്ല. പിന്നെ നോർമൽ ആവുമെന്ന് വിചാരിച്ച ഡോക്ടർ നമുക്ക് ഒരു ഒരു വട്ടം PV ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ 3-4 മണിക്കൂർ കഴിഞ്ഞാലല്ലേ ഡോക്ടർ പിന്നെ വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർ വരൂ. അപ്പൊ നമ്മൾ ഡോക്ടർ വന്നാലാണ് നമ്മുടെ കണ്ടീഷൻ എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. എത്ര സെന്റിമീറ്റർ ആയി, അല്ലെങ്കിൽ നമുക്ക് ഇനി എന്താണ് നമ്മൾ അപ്പുറത്തെ റൂമിലേക്ക് മാറ്റണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടർ വന്നാലാണ് അറിയാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഇത് ഇങ്ങനെ ഒരു സമയമായി. അങ്ങനെ ആ ഒരു സമയത്താണ് എന്തായാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ആ ഒരു സമയത്ത് എനിക്ക് എപ്പിഡ്യൂറൽ എടുത്തു. അതിന് കുറെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോ അത് എടുത്തത് കൊണ്ട് ഈ ഒരു 2 വർഷം വരെ യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല കേട്ടോ. അത് എടുത്തതിന്റെ പേരിൽ അല്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ അത് എടുത്തതിന്റെ പേരിലുള്ള തണ്ടൽ വേദന കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് എന്താ എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊരു സമാധാനമായിട്ടുള്ള ഒരു ഉറക്കം ഉറങ്ങി കേട്ടോ. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാം മറന്ന് അത്ര നേരം എന്റെ ക്ഷീണം കൊണ്ടാവും എനിക്കതൊന്നും ഓർമ്മയില്ല. ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോൾ ഞാൻ ഡെലിവറിക്ക് റെഡി ആയിട്ട് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. അതായത് നമ്മുടെ കാലൊക്കെ പൊക്കി വെച്ച് നമ്മളെ കിടത്തുമല്ലോ, ആ ഒരു സ്റ്റേജിലാണ് ഞാൻ കിടക്കുന്നത് കണ്ടത്. ഡോക്ടർ എന്നോട് പറഞ്ഞ അർച്ചന ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇനി കോൺട്രാക്ഷൻ തുടങ്ങിയിട്ടുണ്ട്, പുഷ് ചെയ്യാനായിട്ട് തുടങ്ങിപ്പോന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പൊ 2 നഴ്സുമാരൊക്കെ കയറി നിന്ന് നമ്മുടെ വയർ നന്നായിട്ട് പുഷ് ചെയ്യൽ തുടങ്ങി. ഞാനും നമ്മളെ കൊണ്ട് എപ്പിഡ്യൂറൽ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളെ കൊണ്ട് പുഷ് ചെയ്യൽ അത്ര നടക്കില്ല എന്ന്. കാരണം നമ്മൾ അറിയില്ലല്ലോ നമ്മുടെ ഇറക്ക് താഴെ ശരീരം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിയില്ലല്ലോ. അപ്പൊ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്ടർ അവിടെ ഉള്ളവരോടൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്, എല്ലാ സാധനങ്ങളും ഉള്ള എല്ലാ ടൂൾസും എടുത്തോ, നമുക്ക് എന്താ ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ല, ഓടി വായെന്ന് പറഞ്ഞിട്ട് നഴ്സുമാരെ കംപ്ലീറ്റ് വിളിച്ചു. എല്ലാവരുടെ ഡെലിവറി കഴിഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ. സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താ ഡോക്ടർ വാക്കും ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ഇട്ട് എന്നോട് പറഞ്ഞ് ഹെഡ് കാണുന്നുണ്ട് കേട്ടോ അർഷീന എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം നമുക്ക് അത്ര വേദന അറിയുന്നില്ല. ലാസ്റ്റ് ടൈം വെച്ചിട്ട് ചെറിയ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടറിനെ മറ്റേ കത്രമൊക്കെ എടുത്ത് കീറുന്ന, കത്തി മുറിക്കുന്ന, അങ്ങനത്തെ ഒക്കെ ഒരു എന്തൊക്കെയോ ഫീലിംഗ് നമുക്ക് അരക്ക് താഴെ ധരിച്ചിരിക്കുന്ന ചെറിയ ചെറിയ വേദനകൾ അറിയുന്നുണ്ടെന്നല്ലാതെ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. ഡോക്ടർ വാക്കം വെച്ചിട്ട് ബേബിനെ പുറത്തേക്ക് എടുത്ത് എനിക്ക് കാണിച്ചു തന്നു. മാഷാ അള്ളാ. എന്നോട് പറഞ്ഞ അർഷീന അതേട്ടാ നിന്റെ മോള്, നീ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഇതാ നിന്റെ മോള് എന്ന് പൊക്കി അപ്പൊ തന്നെ എന്റെ ഇങ്ങനെ മേലിങ്ങനെ വെച്ചെന്നിട്ടോ. അതായത് ആ ഒരു ബ്ലഡും കാര്യങ്ങളും തടക്കാതെ ആ ചൂടുള്ള സമയത്ത് തന്നെ എനിക്ക് എന്റെ മേലിങ്ങനെ വെച്ചെന്ന്. എനിക്ക് ആ സമയത്ത് ഞാൻ മോളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് കരച്ചിൽ തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് നിന്ന് കരയിൽ തുടങ്ങി. അതെല്ലാ ഉമ്മമാരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സമയത്തെ ഫീലിംഗ് പിന്നെ നമുക്ക് അതൊരു വല്ലാത്ത ഫീലിംഗ്, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ മോളെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയിൽ തുടങ്ങി. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ അവള് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതില്. അപ്പൊ അവളെ ആഗ്രഹം പോലെ ഒരു മോളാണെന്നുള്ളത് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വട്ടം മോളാണ് എനിക്ക് ഇഷ്ടം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ എന്താ പ്രസവിച്ചു. പിന്നെ ബേബിനെ ഡോക്ടറിനെ അടുത്ത് ഒരു ട്രേ ഉണ്ടല്ലോ അതിലേക്ക് കിടത്തി കുളിപ്പിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ് മോളെ ബേബിക്ക് ബ്രീത്തിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് എന്തായാലും പീഡിയാട്രിഷ്യൻ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുഴപ്പമില്ല, എനിക്ക് അവിടെ താഴെ സ്റ്റിച്ച് ഇടുന്നുണ്ട്. ഞാനിങ്ങനെ മോളെ ഇങ്ങനെ ഈ ഒരു സൈഡ് വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ മോളിങ്ങനെ ബാക്കിലാണുള്ളത്. അപ്പൊ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ അവര് ഡോക്ടർ ഉണ്ണിനെ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെറുതായിട്ടൊരു ബ്രീത്ത്. അപ്പത്തേനും അനിത മാം വന്നിട്ടോ, അത് പീഡിയാട്രിഷ്യൻ ആണ് അവിടുത്തെ മദർ ഹോസ്പിറ്റലിലെ ആള് വന്നിട്ട് പറഞ്ഞു എന്താ ബേബിക്ക് ചെറിയൊരു ബ്രീത്ത് ഇഷ്യൂ ഉണ്ട്, നമുക്ക് NIC മാറ്റാം, എന്തായാലും നേരത്തെയുള്ള ഡെലിവറി ആണല്ലോ, പിന്നെ ഇത്രയും ടൈം ആയല്ലോ ബേബി ഇങ്ങനെ വയറിനുള്ളിൽ രാവിലെ മുതൽ ഫുഡൊന്നും ഇല്ല, നമ്മൾ ആകെ വീക്കാണ്, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, NICക്ക് മാറ്റാന്നുള്ള പറഞ്ഞു. ഞാൻ ചോദിച്ചു പുറത്തുള്ളവർക്ക് കാണിച്ചു കൊടുക്കില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കാട്ടി കൊടുത്തിട്ടേ കൊണ്ടുപോകുള്ളൂന്നാണ്. എനിക്ക് സമാധാനം. അപ്പൊ ഇങ്ങനെ കാട്ടി കൊടുത്തിട്ട് ഒരു വട്ടം കൂടെ എനിക്ക് കൊടുന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞപ്പോ ആന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കാട്ടി കൊടുത്ത് നേരെ എന്റെ അടുത്ത് ഒന്നുകൂടെ കൊണ്ടുവന്നിട്ടാ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എന്റെ ബേബിനെ കാണുന്നത് 2ാമത്തെ ദിവസം, അതായത് പിറ്റേ ദിവസമല്ല അതിന്റെ പിറ്റേ ദിവസമായിട്ടാ ഞാൻ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഉണ്ണിനെ NIC കൊണ്ടുപോയി. എന്നെ നമ്മുടെ സാധാ ഇതൊക്കെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണ കൊണ്ടുവന്ന് ലേബർ റൂമിൽ എന്നാ കൊണ്ടുവന്ന് കിടത്തി. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ പോവാന്നുള്ള പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, വേഗം പോയി യൂറിനൊക്കെ പാസ് ചെയ്ത് വന്നിട്ടോ. പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞു യൂറിൻ പാസ് ചെയ്തു പറഞ്ഞ് തനിക്ക് പോകാനായിട്ടില്ല, തന്നെ 8 hours വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓവർ ബ്ലീഡിങ് ഉണ്ടായിരുന്നു വിചാരിച്ചിട്ടാണ്, വേക്കം വെച്ചിട്ടാണല്ലോ എടുത്തത്,
അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ഡെസ്പ് കഴിഞ്ഞ് എപ്പോഴും അവരെ കാണാൻ നമുക്ക് ഈ ഒരു അതിന്റെ ഉള്ളിലേക്ക് എടുക്കണമെങ്കിലും നമുക്ക് എന്താ ഈ ഒരു സന്തോഷം അവരുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഷെയർ ചെയ്യാനുള്ള പോലെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്താ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെന്റോട് ഇങ്ങനെ അയ്യോ പുറത്തിങ്ങനെ എത്തിയാൽ മതി എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോ എന്താ ഞാനൊന്ന് കിടന്നുറങ്ങി. അപ്പൊ പിന്നെ ഉറങ്ങി എന്നിട്ട് എനിക്ക് ചായയും പെണ്ണും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അങ്ങനെ അത് ചെറുതായി കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ സ്ട്രെച്ചർ വന്നു എന്റെ റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാന് എന്താ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് ഉമ്മാനെയും ഉമ്മമാനെയും ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അടുത്ത്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു ഇക്ക എന്തെന്ന് ചോദിച്ചു. അപ്പൊ റൂമിലേക്ക് ഇങ്ങനെ എത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇക്ക എന്തെന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു ഇക്ക പോയി വീട്ടിൽ പോയി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോ ഇക്ക ഇങ്ങനെ ഡോറിന്റെ അവിടെ എന്നെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആളെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയുടേതായാലും അവരുടെ കയ്യിൽ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും അവരെ കണ്ടപ്പോ വല്ലാത്തൊരു സങ്കടം തോന്നിയിട്ട് ആ സമയത്ത്. ഞാൻ ഇപ്പൊ പറയുമ്പോ പോലും എനിക്കത് ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സമയത്ത് എന്താ ഞാൻ ഇക്കാനോട് അതിന് മുന്നേ ഡെലിവറിയുടെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലേബർ സ്യൂട്ട് എടുക്കാം, എനിക്ക് കൂടെ നിൽക്കണം അല്ലെങ്കിൽ ഉമ്മ കൂടെ നിൽക്കണം എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പെയിൻ തീരെയും സഹിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലാത്ത ആളാണ്. എനിക്ക് ഡെലിവറിയുടെ മുന്നേ ആയാൽ പോലും ഒരുപാട് എന്താ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ സഹിക്കാനുള്ള കേപ്പബിലിറ്റി ഇതൊന്നും ഇല്ല കേട്ടോ. ചെറിയ വേദന വന്നാൽ പോലും പെട്ടെന്നേ ഇതാവുന്ന ആളാണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്കൊരു മെന്റൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവരുണ്ടായിരുന്നു. പക്ഷെ മദരത്തെ നഴ്സുമാരൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഡോക്ടർ കാര്യം പറയാണ്ടിരിക്കണം, അത്രയും സൂപ്പർ ഡോക്ടർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡോക്ടർ. ഇപ്പോഴും ഞാൻ ഡോക്ടറെ നല്ല കോണ്ടാക്ട് ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് ആ ഡോക്ടർ എടുത്ത് പോയി കഴിഞ്ഞാല് വേറെ തന്നെ ഒരു വൈബാണ്. ഡോക്ടർ നമ്മളെ നല്ല ചില്ലാക്കിയിട്ടേ വിടുള്ളൂ. പിന്നെ എന്റെ ഗർഭിണി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിക്കൊരു 7 months ഒരു സിസ്റ്റ് ഉണ്ട് വയറിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് കൂടുതൽ മെന്റൽ സപ്പോർട്ട് തന്നത് ഡോക്ടറാണ്. പിന്നെ പിറ്റത്തെ സ്കാനിങ്ങിൽ ആ സിസ്റ്റ് ഓട്ടോമാറ്റിക് പോയി കേട്ടോ. അപ്പൊ അത് അന്ന് ആ ഡോക്ടർ എനിക്ക് ആ സപ്പോർട്ട് തന്നിട്ടില്ലായിരുന്നെങ്കിൽ മേ ബി എനിക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞത് നീ ഗൂഗിൾ ചെയ്ത് നോക്കാനൊന്നും നിൽക്കണ്ടട്ടോ, ഇങ്ങനത്തെ ഇത് തന്നെ പോവും ചിലപ്പോ. അപ്പൊ അതിന്റെ ഒരു കാര്യം നമുക്ക് പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാന്നുള്ള ഡോക്ടറിനെ പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു കരുത്താണ് ഡോക്ടർ. ഞാൻ ഇപ്പോഴും പറയും എനിക്ക് നോർമൽ ഡെലിവറി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ലിസിത ഡോക്ടർ തന്നെയാണ്. ഡോക്ടർ അത്രയും നേരം എന്നെ വെച്ചിട്ട് എന്താ കാത്തിരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് നോർമൽ ഡെലിവറി ആയത്. ഇത്തിരി റിസ്ക് ആണെന്ന് അറിയാം, എന്നാൽ പോലും എന്താ എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസമാണ് ഡോക്ടർ ഞാൻ നോർമൽ ആവും, വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് എന്താ ഞാൻ റൂമിലേക്ക് വന്നത് വരെയാണല്ലോ പറഞ്ഞത്. റൂമിലേക്കൊക്കെ വന്ന് എന്താ പിന്നെ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് അപ്പോഴൊന്നും സ്റ്റിച്ചിന്റെ വേദനയില്ല കേട്ടോ. ഓൾറെഡി എനിക്ക് അവിടെ തരിച്ചിട്ടാണല്ലോ ഉള്ളത് എല്ലായിടത്തും. അരക്ക് താഴെ നമുക്ക് തരിച്ചിട്ടുള്ളത്. സ്റ്റിച്ചിന്റെ പെയിനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നോർമലായിട്ട് ബാത്റൂമിൽ പോകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒറ്റക്ക് തന്നെ വരുന്നുണ്ട്. എന്നെ ഇവരൊക്കെ ചീത്ത പറയുന്നുണ്ട് ഈ എന്തേ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ നോർമലായിട്ട് ഒറ്റക്ക് തന്നെ ബാത്റൂമിലൊക്കെ പോയി വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി കംപ്ലീറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റന്നാൾ മുതൽ ഇങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് സ്റ്റിച്ച് പെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ എനിക്കാണെങ്കിൽ ഉണ്ണിനെ കാണാത്ത വിഷമം, നമുക്ക് വയറിന്റെ ഉള്ളിൽ എടുക്കുന്ന പോലെ അല്ലല്ലോ. പുറത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നോക്ക് കണ്ടു, പിന്നെ കാണാൻ പറ്റാത്ത ഒരു ഇതുണ്ടല്ലോ. ബേബി എന്നെയോ ഒന്നും കൂടെ കണ്ടെങ്കിലും ഇങ്ങനെ ഇങ്ങനെ എന്തായിട്ടുണ്ടാവും, എങ്ങനെയാവും ഇപ്പൊ ഉണ്ടാവുക, കണ്ണ് തുറന്നുണ്ടാവും, അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ്. അങ്ങനത്തെ ഒന്നും ആർക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ. അപ്പൊ ബേബി ഐസിയിൽ നമ്മൾ റൂമിലായിട്ട് ഇങ്ങനെ എപ്പോഴാ കാണാന്ന് ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കാം, ഞാനും ഇക്കയും ഉമ്മയും ഉമ്മമ്മൊക്കെ കൂടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താ അവിടുന്ന് ഞാനിങ്ങനെ പോയി ചോദിക്കുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുമോ. അപ്പൊ പറഞ്ഞില്ല ഇപ്പൊ എന്തായാലും കാണാൻ പറ്റില്ല, നാളെ ഫീഡ് ചെയ്യാൻ പോവാ, നാളെ നീ കുളിച്ചിട്ട് നേരത്തോടെ അതിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു വട്ടം ഫീഡ് ചെയ്തിട്ട് പോരേന്ന് പറഞ്ഞു. അതുവരെ എനിക്ക് പാല് പിഴിഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ, ഉണ്ണിക്കുള്ള പാല്. അപ്പൊ പാലൊന്നും നമുക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എനിക്കൊരു പൊടിയും പിന്നെ ഒരു ടാബ്ലറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പാല് പിഴിഞ്ഞിട്ട് അവരായിട്ടാണ് കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉമ്മയും ഉമ്മയും കൂടെ കൊണ്ടുകൊടുക്കും NIC-യിൽ. അങ്ങനെ അങ്ങനെ പിറ്റേ നെക്സ്റ്റ് ഡേ ഞാൻ കാണാനായിട്ട് പോയിട്ടാ. അപ്പൊ എന്താ ഞാനിങ്ങനെ ഉള്ളിൽ പോയപ്പോ ഒരുപാട് ബേബീസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ നിറയെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉണ്ണിയുടേത് ഇങ്ങനെ ഓരോരുത്തർ ഒരു ബോക്സ് പോലത്തെയിലാണ് ഇങ്ങനെ കിടത്തിയിട്ടുള്ളത്. പിന്നീട് പറഞ്ഞ ഹർഷനയുടെ ബേബി അവിടെ ഉണ്ട്. പിന്നത്തെ എല്ലാ ദിവസവും അവൾ അവിടെ തന്നെയാണ് ഉണ്ടാവുക. ബേബി അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വേഗം നടന്നു വിട്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് കുട്ടീനെ കാണാനായിട്ട്.
എന്തായിട്ടുണ്ടാവും അറിയാതെ ഞാൻ വേഗം നടന്നു പോയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ആളിങ്ങനെ നല്ല ഉറക്കാണ് കേട്ടോ. അങ്ങനെ എനിക്ക് അപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നത് ഞാൻ എടുത്ത് കാരണം നമ്മള് ചൂട് പറ്റിയിട്ട് എടുക്കുന്ന സമയത്ത് അവളിങ്ങനെ അവിടെ കുട്ടിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്നാലും അപ്പൊ എനിക്കിങ്ങനെ ഞാൻ അവളെ എടുത്ത് വേഗം ഇങ്ങനെ ഫീഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരുത്തി. അപ്പൊ അന്ന് സക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവള് മെല്ലെ ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മൾക്കും അറിയില്ലല്ലോ ഫീഡ് ചെയ്യാനും കാര്യങ്ങൾക്കും. അപ്പൊ അവര് നഴ്സുമാരെ നമ്മുടെ കൂടെ നിന്ന് ഇങ്ങനെ പഠിപ്പിച്ചെന്ന് ഇങ്ങനെ ഫീഡ് അപ്പൊ കണ്ണ് തുറന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടാ. ഞാൻ ആരാന്നൊക്കെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അറിയില്ല. എന്നിട്ട് അവൾ എന്റെ ആ വിരലോട് ഇങ്ങനെ പിടിച്ചാണ് ഞാൻ അവളെ വിരലുകളും കാര്യങ്ങളും ഒക്കെ നോക്കിയപ്പോ കാലിന്റെ വിരൽ നോക്കിയപ്പോ കാലിന്റെ വിരലിനൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ നോട്ട് ചെയ്ത് വന്ന് റൂമിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കാലിന്റെ വിരൽ ഇങ്ങനെ ഉണ്ട്, വയറുമേൽ ഒരു ചെറിയ മറുകുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ എല്ലാ ഭാഗവും നോക്കിയിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ പിന്നെ പിറ്റത്തെ ഡേ ആവാനും ഫീഡ് ചെയ്യാൻ നമുക്ക് പിറ്റത്തെ ഡേ ആവാനുള്ള ഇങ്ങനെ കാത്തിരിപ്പായി. പക്ഷെ എനിക്ക് ഗ്രാജുവലി എന്റെ സ്റ്റിച്ച് പെയിൻ ഇങ്ങനെ കൂടി 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 വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 4 ദിവസമായി 5 ദിവസമായിട്ട് ബേബിനെ എനിക്ക് എനർജിയും തന്നിട്ടുണ്ടായിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ് അല്ല 24 hours കഴിഞ്ഞപ്പോ പറഞ്ഞു ഉണ്ണി എന്താ മഷി ഇറക്കിയിട്ടില്ല, ഇത്ര 24 hours ആയിട്ട് മൂത്രം ഒഴിച്ചിട്ടില്ല, അപ്പി ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഉണ്ണിനെ തരാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഞങ്ങളാകെ എന്താ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ആകെ ടെൻഷനായി. അങ്ങനെ പിന്നെ എന്തോ കുറെ അള്ളാടൊക്കെ ദുആ ചെയ്ത് ഞങ്ങള് സംസം വെള്ളം കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് അത് അന്നത്തെ ആ സമയത്ത് എന്തോ ഞങ്ങളുടെ വിശ്വാസം, അതിനെപ്പറ്റി കുറ്റം പറയുന്നവര് മേ ബി എതിർക്കുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എന്റെ പാല് പിഴിഞ്ഞ് അതിലൊരു 2-3 ഡ്രോപ്സ് സംസം വെള്ളം ഇറ്റിച്ചു കൊടുത്തു. അവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ കോള് വന്നു, ഉണ്ണി മോശം പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. അപ്പൊ ഭയങ്കര സന്തോഷമായിട്ട് അപ്പൊ ഇനി നാളെ ഉണ്ണിനെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നാളെയും കിട്ടില്ല. നാളെ കഴിഞ്ഞപ്പോൾ അവൾക്ക് മഞ്ഞപ്പിത്തത്തിന്റെ കൂടി. മഞ്ഞപ്പിത്തത്തിന്റെ കൂടിയിട്ട് ഡോക്ടർ വർമ്മ ഡോക്ടറാണ് കേട്ടോ പിന്നെ മോളെ നോക്കിയിരുന്നത്. മദർ ഹോസ്പിറ്റലിലെ ഡോക്ടർ വർമ്മ മഞ്ഞപ്പിത്തം കൂടി അപ്പോഴും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാവും എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ കാണാൻ ഇങ്ങനെ കൊതി കൂടിയിട്ട് എനിക്ക് എന്നും പോയി ഇങ്ങനെ കെഞ്ചണ പോലെ ഡോക്ടർ ചോദിക്കും, ഡോക്ടർ ഉണ്ണിനെ തരുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഡോക്ടറിന് തരാനായിട്ടില്ല, മഞ്ഞ ഇപ്പോഴും കൂടുതലാണ്, മഞ്ഞയുടെ ഇത് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുമല്ലോ അത് ഇത്തിരി കൂടുതലാണ്. അങ്ങനെ ലാസ്റ്റ് ദിവസം ഞങ്ങൾ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ഉണ്ണിനെ മേടിക്കാമെന്ന് വിചാരിച്ചു. 7-ാമത്തെ ദിവസമൊക്കെ ആയപ്പോ ഞങ്ങൾ പറഞ്ഞിങ്ങനെ എന്തായാലും തരാം, ഞങ്ങൾ റൂമിൽ പോയി വെയിലൊക്കെ പൊളിച്ചോണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഡോക്ടർ കൊണ്ടുവെക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഇക്ക ഓടി വന്ന് റൂമിൽ വന്നിട്ട് പറഞ്ഞ് ഉണ്ണിനെ എടുക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോകുന്നില്ല കേട്ടോ, ഞാൻ റൂമിലാണ് എടുക്കുന്നത്. അപ്പൊ എന്നോട് വന്നിട്ട് ഉണ്ണിനെ എടുക്കാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഉമ്മ കുളിക്കുന്നത്, ഉമ്മ ഉണ്ണിനെ എടുക്കാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു. ഉമ്മയുടെ വിചാരം ഇത് കളിപ്പിക്കുന്നത്, കാരണം എല്ലാ ദിവസവും നമ്മൾ തരുന്നു വിചാരിക്കും, പിന്നെ തരില്ല. അങ്ങനെ ഉമ്മ പറഞ്ഞ നുണയന്മാരെ എന്നൊക്കെ വിളിച്ചിട്ട് ഉമ്മ. അപ്പോ ഇക്ക പറഞ്ഞ് എന്താ അല്ലല്ല ഉണ്ണിനെ എടുക്കാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ വേഗം തിരക്കൊക്കെ ആയിട്ട് പോയിട്ട് അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതിൽ എന്റെ ഫോണിൽ കിടപ്പുണ്ട് കേട്ടോ. അത് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോന്റെ തൊട്ടപ്പുറത്ത് ഞാൻ ചേർക്കാം. ആ വീഡിയോയും കാര്യങ്ങളും ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. അങ്ങനെ ഉമ്മ ഉണ്ണിനെ എടുക്കാനായിട്ട് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന കഥ ഞാനൊക്കെ ഇങ്ങനെ എക്സൈറ്റ്മെന്റോടെ ഇങ്ങനെ കാത്തുന്നു കേട്ടോ. അങ്ങനെ ഉമ്മ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ കൂടെ നടന്ന് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ വീഡിയോ എടുക്കണം. കാരണം ഞങ്ങളെ ബേബിനെ ആദ്യമായിട്ട് ഞങ്ങൾക്കായിട്ട് ഇങ്ങനെ കിട്ടണം. ഇക്കന്നെ വീഡിയോ എടുത്ത് റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതും കാര്യങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ ഹോസ്പിറ്റലിൽ പുറത്തൊരു വെയിറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെലിവറിക്ക് പോകുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കാണാനായിട്ട് വീഡിയോ എടുത്ത് വെക്കണം കേട്ടോ. എനിക്ക് വന്നാൽ പുറത്ത് എന്തായിരുന്നു, പുറത്ത് ഞാനില്ലല്ലോ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീഡിയോ എടുക്കണം. ഇവര് എന്റെ ഡെലിവറിയിൽ ഒരുപാട് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ആയപ്പോ വിറ്റിങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ച് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കണില്ല. ചെറിയ ചെറിയ ക്ലിപ്സ് അവിടുന്ന് ഇവിടുന്ന് കൊടുക്കുന്നല്ലാതെ അവർക്കൊന്നും ആ ഒരു മൂഡിലായിരുന്നില്ല കേട്ടോ. അപ്പൊ അതിന്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയിലിടയിലൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചേർക്കാം
പിന്നെ എന്താ ബേബീനെ കൊടുന്ന് ഞങ്ങൾ ഫീഡ് ചെയ്ത് പിറ്റന്നാ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോവാണ്. പിന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. വേറെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് പെയിൻ്റെ കാര്യങ്ങളാണ്. എനിക്ക് 3 മാസത്തേക്ക് സ്റ്റിച്ച് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് സ്റ്റിച്ച് പഴുക്കാനുണ്ടായ കാരണം, എനിക്ക് എവിടെയാണ് അലർജി വന്നത്, സ്റ്റിച്ചിന്റെ അലർജി വരാനുണ്ടായ റീസണ്, എങ്ങനെയാണ് സ്റ്റിച്ച് കെയർ ചെയ്യേണ്ടത്, എനിക്ക് അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും അത് ത്രൂ ആയിട്ട് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ട്ടോ. അതിന്റെ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇനിയും ലെങ്തി ആയി പോകത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ ആ ഒരു എപ്പിസോട്ടമി വൂണ്ട് അല്ലെങ്കിൽ എപ്പിസോട്ടമി സ്റ്റിച്ച് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ട്ടോ. അതാണ് കുറച്ചും കൂടെ നല്ലത്. ഈ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് കാണാൻ വന്നിട്ട് അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എനിക്ക് എൻ്റെ ഡെലിവറി പെയിനെക്കാട്ടിയും പെയിൻഫുൾ ആയിരുന്നത് എൻ്റെ സ്റ്റിച്ച് പെയിൻ ആണ്. അതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ എന്തായാലും ഞാൻ ചെയ്തിട്ട് പറഞ്ഞുതരാം, എനിക്കുണ്ടായ മോശം അനുഭവങ്ങൾ. അങ്ങനെ അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം. കാരണം എന്താ വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പൊ നിങ്ങൾ കാണുന്നവർക്കും അത് അത്രയും MP ഉണ്ടാവും, എനിക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ ഇത് രണ്ട് പാർട്ടാക്കിയിട്ട് ഇടാം കേട്ടോ. അതാണ് നല്ലത്. അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇനിയും പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് രസകരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.